ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ ഒരു ചോദ്യത്തിൽ നിന്ന് ഉണ്ടായതാണ്. ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് 2 മുതൽ 3 മാസം വരെ ഡയറക്ട് സെല്ലിംഗ് വന്നിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി ചോദിച്ച ഒരു ചോദ്യമാണ്. അദ്ദേഹത്തിന് ഉണ്ടായ ഒരു കൺഫ്യൂഷൻ ആണ്. പുതിയ ആളുകളോട് ഞാൻ പ്ലാൻ പറയുമ്പോൾ എല്ലാം തന്നെ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ ഡീറ്റെയിൽസും, ഇൻഡസ്ട്രീനെ കുറിച്ചിട്ടും ഫ്യൂച്ചറിനെ കുറിച്ചിട്ടും നമ്മുടെ കുറെ എക്സ്പീരിയൻസും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണോ പ്ലാൻ പറയേണ്ടത്, അതോ എന്തൊക്കെയാണ് പറയാനുള്ളത്, എന്തൊക്കെയാണ് പറയാൻ പാടില്ലാത്തത് എന്നതിനെ കുറിച്ചിട്ട് ഒരു വിശദീകരണം ഒന്ന് തരാവോ, അല്ലെങ്കിൽ ഒരു പിക്ചർ ഒന്ന് തരാവോ? ഇതാണ് ആ ഒരു ചോദ്യം. അപ്പൊ ആ ഒരു ചോദ്യത്തിലെ മെയിൻ കാതലായിട്ടുള്ള ഭാഗം നമ്മൾ ഇങ്ങ് എടുക്കുകയാണ്. ആ ഒരു കാതലായിട്ടുള്ള ഭാഗം ഇതാണ്: നമ്മൾ ഒരു വ്യക്തിയോട് പ്ലാൻ പറയുമ്പോൾ എല്ലാം പറയണോ? ഈ എല്ലാം പറയണം എന്ന് ഉദ്ദേശിച്ചതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. A to Z പറയണോ എന്നുള്ളതാണ്. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് അതിനൊരു ഉത്തരം ആദ്യത്തെ ഒരു സെന്റൻസോട് കൂടി തന്നെ പറയാം: എല്ലാം പറയേണ്ട ആവശ്യമില്ല, ഡിപ്പെൻഡ് ഓൺ കസ്റ്റമർ. ഇതാണ് ആ ഒരു ഉത്തരം. ഈ ഒരു ഉത്തരത്തിൽ തന്നെ എല്ലാം ഉണ്ട്, എങ്കിൽ പോലും ഒന്നും കൂടെ വിശദീകരിക്കാം. നമ്മളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന ഓരോ കസ്റ്റമറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എത്ര സമയമെന്നോ എല്ലാം പറയണമോ വേണ്ടയോ എന്നോ തീരുമാനിക്കുന്നത്. അതായത് ആ കസ്റ്റമറിന് എല്ലാം ഇൻഡെപ്ത് അറിയണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എല്ലാം പറയണം. അല്ലാതെ അതൊരു നോർമൽ കസ്റ്റമർ ആണ്, നോർമൽ പ്രോസ്പെക്ട് ആണ് എങ്കിൽ എങ്ങനെ പറയണം എന്നുള്ളത് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നോർമൽ ആയിട്ട് ഒരു പ്ലാൻ പ്രസന്റേഷൻ ബേസിക് ആയിട്ട് നിങ്ങൾ ഒരു വ്യക്തിയെ കണ്ടിട്ടോ അല്ലാതെയോ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ആ വ്യക്തിയെ കാണാൻ വേണ്ടി പോവുകയാണ്. കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ ഒരു ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും കൊടുത്തിട്ട് നമ്മളെ അവരെ പരിചയപ്പെട്ടു, അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടു. അതിനുശേഷം നമ്മൾ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യണം. ആ ഒരാളെ നമ്മൾ പരിചയപ്പെട്ട് തുടങ്ങി എൻഡ് ചെയ്തിട്ട് പോകുന്ന ആ ഒരു സമയത്തിന് പറയുന്ന പേരാണ് പ്ലാൻ പ്രസന്റേഷൻ. അത് എങ്ങനെ വേണം, എത്ര സമയം വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമയത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കോമൺ ആയിട്ട് ഒരു വ്യക്തിക്ക് 1 to 1 കേട്ടിരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റ് ടു ഒരു 20 മിനിറ്റ് ആണ് ആ വ്യക്തിയുടെ മാക്സിമം കോൺസെൻട്രേഷൻ ലെവൽ നമ്മളിലേക്ക് കിട്ടുക. അപ്പൊ അതിനുശേഷം ആ വ്യക്തി ഡിസ്റ്റർബ്ഡ് ആവാൻ വേണ്ടി തുടങ്ങും. പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ആ വ്യക്തിയുടെ സമയം അനുസരിച്ചിട്ടോ നമ്മൾക്ക് തന്നിരിക്കുന്ന സമയം അനുസരിച്ചിട്ടോ പല മാറ്റേഴ്സ് വേറെ ഉണ്ടാവാം. അപ്പൊ ആ വ്യക്തിയുടെ മൈൻഡ് ഇവിടെ നിൽക്കത്തില്ല. ശരീരം നിന്നാലും മനസ്സ് നിന്നിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലാൻ പ്രസന്റേഷൻ ഒന്നും തന്നെ ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അടുത്ത ദിവസം ചോദിക്കുമ്പോഴത്തേക്ക് അതെന്താ ഇതെന്താന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള ഡൗട്ടുകളായിരിക്കും. നമ്മൾ പ്ലാൻ കേട്ടിട്ടേ ഇല്ലാത്ത രീതിയിലായിരിക്കും പെരുമാറ്റം. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും നല്ലത് എന്ത് തന്നെയാണ്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൺവിൻസിങ് ആവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് പ്ലാൻ പ്രസന്റേഷൻ എത്തിക്കുക, പറയുക എന്നുള്ളതാണ്. ഇതിന് രണ്ടാമതൊരു ബെനിഫിറ്റ് കൂടെയുണ്ട്. ഒരു പുതിയ വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് കേൾക്കുകയാണ് ഈ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും പ്ലാനൊക്കെ. അപ്പൊ അത് എത്രത്തോളം സിമ്പിൾ ആയിട്ട് ആ വ്യക്തിയുടെ ഉള്ളിലോട്ട് എത്തിക്കാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം നല്ലതാണ്. എന്തുകൊണ്ടെന്നാൽ നാളെ അയാൾ വന്നു കഴിഞ്ഞാലും അയാളും ചെയ്യേണ്ടത് ഇത് തന്നെയല്ലേ. ലൈക്ക് ലിബിനോട് ഒരു വ്യക്തി പ്ലാൻ പറയുകയാണ്, ഒരു 3-4 മണിക്കൂർ പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലിബിൻ എന്താ ചിന്തിക്കുക? ഒരു കോമൺ പ്രോസ്പെക്ടിന്റെ ചിന്ത ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും. ഞാൻ നാളെ വന്നു കഴിഞ്ഞാൽ ഞാനും ഇത് തന്നെയല്ലേ ചെയ്യേണ്ടത്, ഇത്രയും മണിക്കൂർ ഒരാളെ കൺവിൻസ് ചെയ്യണ്ടേ? നെവർ. ആ ഒരു ചിന്ത പ്രോസ്പെക്റ്റിന്റെ ഉള്ളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാൻ പെർഫെക്റ്റ് ആണ്, പ്രൊഡക്റ്റ് പെർഫെക്റ്റ് ആണ്, ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ടീമിലേക്ക് ആ വ്യക്തി വരണമെന്നില്ല. എന്തുകൊണ്ടാണ്? ഇതിന്റെ ഒരു ഹാർഡ്നെസ് ആണ് നമ്മൾ അവിടെ കാണിച്ചു കൊടുത്തിട്ടുള്ളത്, അല്ലെ? കൺവിൻസ് ചെയ്യാൻ ഇത്രയും ടഫ് ആണ് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഒരു 20 മിനിറ്റ് കൊണ്ട് പ്ലാൻ പ്രസന്റേഷൻ വളരെ സിമ്പിൾ ആയിട്ട് അവതരിപ്പിച്ചതിന് ഇത്രയേ ഉള്ളൂ, ഇത് നാളെ എനിക്കും ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിലേക്ക് ഒരു തിങ്കിങ് ആ പ്രോസ്പെക്റ്റിന്റെ ഉള്ളിൽ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യമാണ് പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്തിനും അതുപോലെ തന്നെ സ്ഥലത്തിനും പ്രാധാന്യമുണ്ട്. ഒരു ഓവർ നൈറ്റ് എന്നുള്ള രീതിയിലേക്കൊന്നും പ്ലാൻ പ്രസന്റേഷൻ എത്താതിരിക്കുക. അതുപോലെ തന്നെ പ്ലേസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാം ആൻഡ് ക്വിറ്റ് ആയിട്ടുള്ള ഒരു ഓഫീസ് റൂം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്, നമ്മുടെ വീട്, ഇങ്ങനെയുള്ള ഒരു 4 ചുമരിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ മാവിന്റെ ചോട്ടിലോ പൈപ്പിൻ ചോട്ടിലോ ഒക്കെ പോയിട്ട്, റോഡ് സൈഡിലോ ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ട് പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെയും ചിന്തിക്കുക, നാളെ ഞാനും ഇവന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ, ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ തന്നെ ഒരു ലോക്കൽ സെറ്റപ്പിലായിരിക്കുമല്ലോ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു യൂത്ത് ആയിട്ടുള്ള ഒരാള്, അല്ലെങ്കിൽ അത്യാവശ്യം ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ഡീൽ ചെയ്യുന്ന ഒരാള് ഒരിക്കലും നിങ്ങളുടെ കൂടെ നിൽക്കത്തില്ല. കാരണം നിങ്ങളെ ലോക്കലാണ്, അയാൾ ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന ആള് ലോക്കൽ സെറ്റപ്പിലേക്ക് താഴാൻ ഒരിക്കലും തന്നെ ആഗ്രഹിക്കില്ല. അപ്പൊ എല്ലാ രീതിയിലും നമ്മൾ ആ കസ്റ്റമറിന്റെ കൂടെയോ അതിനേക്കാൾ മുകളിലോ ആയിരിക്കണം നമ്മുടെ എല്ലാ രീതിയിലും ആറ്റിറ്റ്യൂഡും. ഇതാണ് ഇൻട്രൊഡക്ഷൻ. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ആളെ, അതായത് പ്ലാൻ പ്രസന്റേഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്ന ആളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു എച്ച് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാവും, അല്ലെ? ആ ഒരു വ്യക്തിയുടെ പേര് അബിൻ എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ അബിനോട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിക്കുക. നമ്മൾ നാളെ കാണാൻ വേണ്ടി പോകുന്ന വ്യക്തി ആരാണ്, എന്താണ്, എങ്ങനെയാണ്, അയാളുടെ നേച്ചർ എന്താണ്, അയാൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇൻ ഡെപ്ത് ആ പ്രോസ്പെക്റ്റിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ പോവുക. അപ്പോൾ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ പ്രോസ്പെക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾക്കൊരു പിക്ചർ കിട്ടും, ഈ വ്യക്തിനോട് എങ്ങനെയാണ് പ്ലാൻ പറയേണ്ടത്,
ഏത് രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള റിസൾട്ട് വരുന്നത് നോ യുവർ പ്രോസ്പെക്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ്. അതായത് പ്രോസ്പെക്റ്റിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസ്പെക്റ്റിനനുസരിച്ച് നമുക്ക് നമ്മുടെ പ്ലാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മുടെ കമ്പനിയുടെ പ്ലാൻ ആദ്യം പ്രൊഡക്റ്റ് ഇങ്ങനെ, ഇൻഡസ്ട്രി ഇങ്ങനെ, ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ, ആ രീതിയിലാണ് BOPകളിലൊക്കെ നമുക്ക് പ്ലാൻ പ്രസന്റേഷൻ സെമിനാറുകളിലൊക്കെ പഠിപ്പിച്ചു തരുന്നത്, അല്ലെങ്കിൽ 1-to-1 വർക്ക്ഷോപ്പുകളിൽ പഠിപ്പിച്ചു തരുന്നത് എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അത് അതേപോലെ പ്രസന്റേഷൻ സമയത്ത് നമുക്ക് 1-to-1 ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്കൊരു ക്രൗഡഡ് ആയിട്ടുള്ള ആളുകൾക്ക് പ്ലാൻ കൊടുക്കുന്നതും അല്ലെങ്കിൽ സിറ്റുവേഷനിൽ പ്ലാൻ കൊടുക്കുന്നതും 1-to-1 ചെയ്യുന്നതും തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ആ വ്യക്തിയുടെ നീഡ് അറിഞ്ഞ് ആ വ്യക്തിയുടെ ആവശ്യത്തിന് ഉതകുന്ന രീതിയിലേക്ക് നമ്മുടെ പ്ലാനെ റീമേക്ക് ചെയ്യുക. ആ വ്യക്തിയുടെ ലൈഫായിട്ട് നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ പ്ലാനും ഇൻകം പ്ലാനും കമ്പനിയുടെ പ്രൊഫൈലും മാച്ച് ചെയ്യിപ്പിക്കുക. റിയാലിറ്റി പറയുക, മോട്ടിവേഷൻ പറയാതിരിക്കുക. ഒരിക്കലും ഒരു കഥകളോ കാര്യങ്ങളോ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ എൻറോൾ ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഇനിയുള്ള കാലത്ത് വേണ്ട. ആ വ്യക്തിയുടെ സിറ്റുവേഷനും നമ്മുടെ കമ്പനി, നമ്മുടെ ബെനിഫിറ്റുകളും നമ്മുടെ എക്സ്പീരിയൻസും ആയിട്ട് ലിങ്ക് ചെയ്യുന്ന, മേർജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി ക്ലോസിംഗിലേക്ക് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ടിങ്ങിലേക്ക് എത്തുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട 2024 റിയാലിറ്റി. ഡയറക്റ്റ് സെല്ലിങ്ങിൽ പ്രത്യേകിച്ച് അതൊരു ഇമോഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സും കൂടെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റ് നിങ്ങൾ മറക്കാതിരിക്കുക. പഠിച്ച കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ അച്ചടിയിട്ട് പ്രിന്റിൽ പറയുന്നതല്ല പ്ലാൻ പ്രസന്റേഷൻ. ഓരോ വ്യക്തിക്കനുസരിച്ച്, ഓരോ വ്യക്തിയുടെ നീഡ് അനുസരിച്ച് ആ നീഡിനെ നമ്മുടെ കമ്പനിയുടെ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? യു ആർ ആൻ എക്സലന്റ് പ്രസന്റർ. ഇതിന്റെ കൂടെ തന്നെ ലാസ്റ്റ് ആയിട്ട് പറയാനുള്ള ഒരു ഇൻഫർമേഷൻ ഇതാണ്. അതായത് നിങ്ങളുടെ കമ്പനിക്ക് ആഴ്ചയിൽ സീലിംഗ് ആയിരിക്കാം, മന്ത്ലി സീലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡെയിലി സീലിംഗ് ലിമിറ്റ് ഉള്ള കമ്പനികളായിരിക്കാം, അല്ലെങ്കിൽ 30,000 ഡെയിലി, 50,000 ഡെയിലി, ആഴ്ചയിൽ 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം, മന്ത്ലി 10 ലക്ഷം, അല്ലെങ്കിൽ സംതിങ് എന്തെങ്കിലും ഒരു തുക ആയിക്കോട്ടെ, മന്ത്ലി 25 ലക്ഷം, 30 ലക്ഷം, സംതിങ് എന്തോ ആയിക്കോട്ടെ. അതൊക്കെ കിട്ടാൻ അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഇൻകം പ്ലാൻ ആയിരിക്കാം നിങ്ങളുടെ ഇൻകം പ്ലാൻ. നമ്മളുടെ പ്രോസ്പെക്റ്റിനനുസരിച്ച് മാത്രം ഇൻകം പ്ലാൻ പറയുക അല്ലെങ്കിൽ ഇൻകം പ്ലാൻ പറയുക, ബട്ട് അതിനെ റീഡിസൈൻ ചെയ്യുക എന്ന് പറയും. അതായത് സിറ്റുവേഷൻ അനുസരിച്ച് റീഡിസൈൻ ചെയ്യുക. നമ്മുടെ പ്ലാൻ ഡെയിലി 30,000 കിട്ടുന്നതോ 50,000 കിട്ടുന്നതോ ആണെന്ന് വിചാരിക്കുക. എന്നിരുന്നാലും നമ്മുടെ പ്ലാൻ പറയുന്ന സമയത്ത് ജസ്റ്റ് അതൊന്ന് മെൻഷൻ ചെയ്ത് ഓടിച്ചു പോവുക. എല്ലാ പ്ലാനും പറയേണ്ട, വളരെ പ്രധാനപ്പെട്ട 2-3 പ്ലാനുകൾ മാത്രം പറഞ്ഞാൽ മതി. കമ്പനിയുടെ ഒരു പ്രൊഫൈലും ഒരു ഇനീഷ്യൽ പിക്ചറും പിന്നെ നമ്മുടെ ഒരു എക്സ്പീരിയൻസും കൂടിയിട്ടാണ് ഇനീഷ്യൽ ഈ പറയുന്ന 20 മിനിറ്റിന്റെ പ്ലാൻ വരേണ്ടത്. ബട്ട് നമ്മൾ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പനിയുടെ പ്ലാൻ പറയുകയാണ് നമ്മളൊരു 30,000 ഡെയിലി സീലിംഗ് കിട്ടുന്ന കമ്പനിയാണ്, ഇവരൊക്കെ ഡെയിലി 50,000 വാങ്ങിക്കുന്ന ആളുകളാണെന്നുള്ള രീതിയിൽ ഒരു കൂലിപ്പണിക്കാരനോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് എടുത്തു പറയാണ്, സമൂഹത്തിൽ ഏറ്റവും ലോ കാറ്റഗറി വേജസ് വാങ്ങിക്കുന്ന ആളുകൾ, ഞാൻ കളിയാക്കി പറയല്ല കേട്ടോ, എന്നിരുന്നാൽ പോലും നമുക്കറിയാം ഒരു പെയിന്റിന്റെ പണിയെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒരു 1000 രൂപയുടെ അടുക്കാണ്, ഒരു മാക്സിമം 800 to 1000 ആണ് മാക്സിമം ഒരു വരുമാനം കിട്ടുക. ഇനി പോട്ടെ ഒരു 1500 കൂട്ടിക്കോളൂ. ഒരു കല്ലിന്റെ പണി അല്ലെങ്കിൽ കെട്ട് പണി, തേപ്പ് പണി, ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിലൊരു സാധാരണ ഡെയിലി വേജസ് എന്ന് പറയുന്നത് ഒരു 1000 മുതൽ ഒരു 1500 ഒതുങ്ങുന്ന വേജസ് ആണ്. അതിപ്പോ ഇനി ഏതെങ്കിലും ഷോപ്പുകളിൽ നിൽക്കുന്ന ആളുകളുടെ സാലറി ഒന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴും ആ റേഞ്ചിലൊക്കെ തന്നെയാണ് അത്യാവശ്യം ഏത് കാറ്റഗറിയിലും വരുന്നത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് അല്ലെ, നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും. അപ്പൊ ഒരു മന്ത്ലി ഒരു 30,000 റേഞ്ചിലൊക്കെ വരുമാനം വാങ്ങിക്കുന്ന അല്ലെങ്കിൽ 20,000 റേഞ്ചിന്റെ താഴെയൊക്കെ വരുമാനം വാങ്ങിക്കുന്ന ആളുകളോട് ഡെയിലി 20,000 കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി കാര്യങ്ങൾ അങ്ങനെ നമ്മൾ പ്ലാൻ പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തി കൊടുക്കരുത്. നമ്മളൊരു ഇനീഷ്യൽ പിക്ചർ കൊടുക്കാതെ, ബട്ട് വീണ്ടും നമ്മൾ പറയാ, ഇപ്പൊ സഹദേവേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മാസം ഒരു 30,000 കിട്ടുന്നുണ്ട്. സഹദേവേട്ട അതിന്റെ കൂടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഒരു നല്ല രീതിയിൽ ഇതിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ആയിട്ട് വന്നുകൊണ്ട്, ഇനിയിപ്പോ ജോലിയൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഫുൾ ടൈം ആയിട്ട് വരാം. ഉള്ള ജോലി കളഞ്ഞുകൊണ്ട് വരാൻ നിങ്ങൾ പ്രേരിപ്പിക്കരുത്, അതിന്റെ കൂടെ തന്നെ ചെയ്യുക. ആ രീതിയിലായിരിക്കണം പറയേണ്ടത്. അപ്പൊ ആ രീതിയിലാണെങ്കിലും ഉള്ള ജോലിന്റെ കൂടെ തന്നെ ഇത് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോലിയിൽ നിന്ന് ഒരു 30,000 കിട്ടുന്നുണ്ട്, ഒന്നും വേണ്ട, നമ്മൾ ഈ ബാക്കിയുള്ള ഡെയിലി കിട്ടുന്ന വരുമാനം 50,000 ഒക്കെ നിങ്ങൾ വിട്ടേക്ക്. ആ ജോലിയുടെ കൂടെ കിട്ടുന്നതും ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന 30,000 അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു അഡീഷണൽ 30,000 കൂടെ അതേപോലെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആവില്ലേ? ആ രീതിയിലുള്ള കമ്പയറബിൾ, ഡൈജസ്റ്റബിൾ, റിയാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരു പെയിന്റിന്റെ പണിയെടുക്കുന്ന ഒരു വ്യക്തിനോട് പ്ലാൻ പറയുന്ന സമയത്ത് ആ വ്യക്തിനോട് എന്താ പറയണ്ടേ, നിങ്ങൾക്ക് ഒരു ദിവസം 1000 രൂപ കിട്ടുന്നുണ്ട് പോട്ടെ, അതിന്റെ കൂടെ ഇത് പാർട്ട് ടൈം ആയിട്ട് നമ്മുടെ കമ്പനിയിൽ ഇത് ചെയ്തുകൊണ്ട് ഈ സിസ്റ്റം നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന നമ്മൾ പറയുന്ന സിസ്റ്റം ചെയ്തുകൊണ്ട് ഒരു പാർട്ട് ടൈം ആയിട്ട് ഒരു 500 രൂപയെങ്കിലും ഒരു ദിവസം നമ്മുടെ കമ്പനിയിൽ നിന്ന് കൂടെ എക്സ്ട്രാ കിട്ടുവാണെങ്കിൽ ഒരു മാസം ഒരു 15,000 രൂപ എക്സ്ട്രാ കിട്ടിയാൽ എങ്ങനെയായിരിക്കും?
മനസ്സിലായോ? അപ്പൊ ആ രീതിയിലുള്ള ഒരു റിയാലിറ്റി ടച്ച് ചെയ്തുകൊണ്ട് ആദ്യം തുടങ്ങി വെക്കുക, സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ആദ്യത്തെ കാര്യം. ഇത് നിങ്ങളുടെ കൂടെ ഒരു പുതിയൊരാൾ വന്നു കഴിഞ്ഞാലും ഈ ഒരു സ്റ്റേജിലെ പിക്ചർ കൊടുക്കുക. പ്ലാൻ പറയുന്ന സമയത്തും ഇത് ആപ്ലിക്കബിൾ ആണ്, നല്ലൊരു രീതിയിലുള്ള റിസൾട്ട് കിട്ടും. കാരണം ഏതൊരാളും ഇന്ന് ആഗ്രഹിക്കുന്നത് റിയാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ്. ഭയങ്കര മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളോ ഭയങ്കര ഊതിപ്പെരിപ്പിച്ച കാര്യങ്ങളോ എല്ലാ ആളുകൾക്കും തട്ടിപ്പായിട്ടാണ് ഫീൽ ചെയ്യുക. റിയാലിറ്റിയിൽ കിട്ടുമെങ്കിൽ പോലും അത് തട്ടിപ്പായിട്ടാണ് ഫീൽ ചെയ്യുക. അപ്പോൾ റിയാലിറ്റി മേക്ക് ചെയ്യുന്ന രീതിയിൽ, കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടും ബെറ്റർ ആണ്. അപ്പം ആദ്യത്തെ സമയങ്ങളിൽ പ്ലാൻ പറയുന്ന സമയത്ത്, ഒരാളോട് പ്ലാൻ പറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഓർത്ത് വെച്ചിട്ട് നല്ല കോൺഫിഡന്റ് ആയിട്ട്, നല്ല ഒരു നാച്ചുറാലിറ്റിയോട് കൂടിയിട്ട്, ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും തന്നെ ഇല്ലാതെ ജെന്യൂൻ ആയിട്ട് സംസാരിക്കുക, ഉള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, ഓവർ മോട്ടിവേഷൻ കൊടുക്കാതിരിക്കുക. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. മുമ്പൊക്കെ പ്ലാൻ പറയുന്ന ആൾക്കാർ വലിയ കഥകളും കാര്യങ്ങളൊക്കെ അടിച്ചു വിട്ടിട്ടാണ് പ്ലാൻ പറയുക. ഓവർ മോട്ടിവേഷൻ കൊടുക്കേ വേണ്ട. എന്താണോ സിറ്റുവേഷൻ അത് മാത്രം കൊടുക്കുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ. അപ്പൊ ഭംഗിയായിട്ട് എല്ലാവർക്കും പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. നിങ്ങൾ നല്ലൊരു പ്രസന്റർ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പറ്റട്ടെ. താങ്ക് യു.